ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നല്ലൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ പാസ്ത എല്ലാം ഇങ്ങനെ വൈറ്റ് സോസ് പാസ്ത ആയിട്ട് അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള മസാല പാസ്ത അങ്ങനെയല്ല ഉണ്ടാക്കാറ്. പിന്നെ ഇന്ന് നല്ല സ്പെഷ്യലായിട്ട് ഇന്തോ ചൈനീസ് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു സോസെല്ലാം ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുന്നത്. ഒരു നമ്മളെ സ്ട്രീറ്റ് സ്റ്റൈലായിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ലതാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കാനായി. പാസ്ത കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ 3 വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെയാണ് ചിക്കന് വറുത്തെടുക്കുന്നത്. ബോൺലെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കിതിന് സോസ് വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് കുറച്ച് കോൺഫ്ലവർ വേണം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് എടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം കലക്കിയിട്ട് എടുക്കാൻ. നോർമൽ വാട്ടറിൽ കലക്കിയിട്ട് എടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 കപ്പിനടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കലക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ കിട്ടണം കേട്ടോ. ചിക്കൻ പിന്നെ ഇതിൽ ഓപ്ഷണലാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചിക്കൻ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി അതിലേക്ക് ഒരു സവാള ഞാനിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഓരോന്നുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതൊന്നും നന്നായി ഓവറായിട്ട് കുക്കാകണ്ട. ഇനി അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് വെക്കാം. ഞാനിവിടെ ഗ്രീന്, യെല്ലോ പിന്നെ റെഡും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അധികം ഓവറായിട്ട് വഴറ്റിയെടുക്കരുത്. ഇനി 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അധികം എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാതിരുന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. പിന്നെ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂണിനടുത്ത് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് സോയാ സോസും പിന്നെ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ സോസൊക്കെ ഒഴിക്കുന്ന ടൈമിൽ ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം റെഡി ആക്കിയിട്ടില്ലേ, കോൺഫ്ലവറിൻ്റെ മിക്സ് ആക്കിയിട്ടില്ല, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇങ്ങനെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കോൺഫ്ലവർ ഇങ്ങനെ ഒരു കട്ടയായിട്ടുണ്ടാവും കേട്ടോ. ഇതേപോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരും. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സോസിലെല്ലാം ഉപ്പുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ. അപ്പോൾ സോസൊക്കെ നിങ്ങൾക്ക് അളവിൽ മാറ്റം വരുത്താം ടേസ്റ്റിനനുസരിച്ചിട്ട്. പിന്നെ ഈ ഒരു രീതിയിലെത്തുമ്പോൾ നമ്മൾ വേവിച്ചിട്ടുള്ള പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്ത വേവിക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഞാൻ കുറേ പാസ്തൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ കാണിച്ചതാണ്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നതല്ലേ പാസ്ത ഒക്കെ വേവിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പും ഏത് ടൈപ്പിലുള്ള പാസ്തയും ഈ ഒരു സോസിൽ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. പിന്നെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ സോസെല്ലാം കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ, ഉണ്ടാക്കിയവരാണെങ്കിൽ ഈ ഒരു അളവിലെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സോസില്ലേ, അപ്പോൾ നമ്മൾ ഇതിൽ കോൺഫ്ലവർ ഇട്ടതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.